ഹായ് മക്കൾസ്, വെൽക്കം ടു എച്ചുപോഡ്. ഇറ്റ്സ് മീ അസ്ലം. മക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ബേസിക് സയൻസിലെ ഈ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ പ്രിഡിക്ഷൻ ആയിട്ടാടാ. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. മക്കളെ, നിങ്ങളുടെ എക്സാമിൻ്റെ ചൂടിലാണ്, നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം ഞാൻ ഈ ചാപ്റ്റർ ടോട്ടലൊന്നും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, അതിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ മക്കളെ, നമ്മളെ ചാപ്റ്ററിൻ്റെ പേരെന്താ? ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. മക്കളെ, നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്താ, വൈദ്യുതി എന്താന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒക്കെ ഓൾറെഡി പഠിച്ചു പോയതാണ്. ഒന്ന് നോക്കി പോവാട്ടോ. രണ്ടാമത്തെ എന്താടാ? സെൽ ആൻഡ് ബാറ്ററി. റീചാർജബിൾ ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ നോൺ റീചാർജബിൾ ബാറ്ററി ഉണ്ട്. മക്കളെ, ഇതെന്തായാലും പഠിച്ചു പോവുക. അതിൻ്റെ എക്സാമ്പിൾസുകളും ഒന്ന് നോക്കി പോകണം. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും റീചാർജബിളും നോൺ റീചാർജബിൾ ആയിട്ടുള്ള അതിൻ്റെ എക്സാമ്പിളുകൾ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിർബന്ധമായും അതെന്ത് ചെയ്യുക, പഠിച്ചു പോവുക. റീചാർജബിൾ സെൽസും ഉണ്ട്, അതുപോലെ തന്നെ നോൺ റീചാർജബിൾ സെൽസും ഉണ്ട്. അപ്പോൾ സെറ്റല്ലേടാ? യെസ്. പിന്നെ ഇലക്ട്രിക് സർക്യൂട്ട്. മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കുമെന്ന് പറഞ്ഞാൽ ചോദിക്കും. അഥവാ ഓപ്പൺ സർക്യൂട്ടും ഉണ്ട്, ക്ലോസ്ഡ് സർക്യൂട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു സർക്യൂട്ട് തന്നിട്ട് ഇത് ഓപ്പൺ ആണോ അതോ ക്ലോസ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കും. അവിടെ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ടോ, ലൈറ്റ് ഗ്ലോ ചെയ്യുന്നില്ലേ, അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ലൈവിൽ വരും കേട്ടോ. അപ്പോൾ മക്കളെ, ഇതെന്തായാലും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും എന്നുള്ളത്. പഠിച്ചോ വന്നിരിക്കും. ഓക്കെ, അടുത്തെന്താടാ? സ്വിച്ച്. സ്വിച്ച് ഒന്ന് നോക്കി പോവാ. നിങ്ങൾക്കറിയാം മെയിൻ സ്വിച്ച്, അതുപോലെ തന്നെ ബട്ടൺ സ്വിച്ച്, ഓരോ സ്വിച്ചുകൾ ഉണ്ട് അല്ലേ, 2-way സ്വിച്ച്. ആ സ്വിച്ചുകൾസിൻ്റെ പേരുകളൊക്കെ എന്ത് ചെയ്യടാ, നോക്കി പോവാട്ടോ. അടുത്തെന്താടാ? കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും. ഒന്ന് നോക്കിപ്പോയാൽ മതി. കണ്ടക്ടേഴ്സും ഉണ്ട്, ഇൻസുലേറ്റേഴ്സും ഉണ്ട്. കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ എഴുതാനും പറയും, ഇൻസുലേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ എഴുതാനും പറയാറുണ്ട്. മക്കളെ, കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് എക്യുപ്മെൻറ്റ്സ് തരും. ഇപ്പോൾ വാട്ടർ, അതുപോലെ തന്നെ ഒരുപാട് മെറ്റൽസ്, അതുപോലെ തന്നെ പേപ്പർ, ഇങ്ങനെയൊക്കെ ഓരോന്ന് തരും. എന്നിട്ട് നിങ്ങളോട് അതിൽ ഏതാണ് കണ്ടക്ടേഴ്സ്, ഏതാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് ചോദിക്കും. മക്കളെ, റബ്ബർ, പ്ലാസ്റ്റിക് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ എന്താടാ, ഇൻസുലേറ്റേഴ്സ് ആണ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾ മെറ്റൽസ് ആർ എന്താടാ, കണ്ടക്ടേഴ്സ് ആണ്. എല്ലാ മെറ്റൽസിനും എന്തുണ്ട്, വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ചിലപ്പോൾ വെറ്റ് പേപ്പറോ അല്ലെങ്കിൽ മറ്റു എക്യുപ്മെൻറ്റ്സ് ഒക്കെ തരും. മക്കളെ, പേപ്പർ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. എന്നാൽ വെറ്റുള്ളത്, നനഞ്ഞതൊക്കെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. വെറ്റ് വുഡ് അങ്ങനെയൊക്കെ പറയും. അപ്പം നനഞ്ഞതൊക്കെ എന്ത് ചെയ്യും, കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബാറ്ററി മീൻസ് നിങ്ങൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താടാ, അതിന് പ്രതിരോധിക്കുക, കറണ്ട് കടത്തിവിടാൻ പറ്റാത്തത്. ബാറ്ററി ഒന്നും അതിൽ കൊണ്ടേ എഴുതരുത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാടാ, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ റബ്ബേഴ്സ്, അതൊക്കെ പറ്റും. പിന്നെ പി വി സി പറ്റും കേട്ടോ. PVC, ബാക്കലൈറ്റ്, അതൊക്കെ അതിൻ്റെ എക്സാമ്പിളുകളാണ്. മക്കളെ എന്ത് ചെയ്യുക, നന്നായി പഠിച്ചു പോകണം. അത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൂൾസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് സർക്യൂട്ടാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ടെസ്റ്റർ, സ്ക്രൂ ഡ്രൈവർ, ആ കാര്യങ്ങൾ അത് നിർബന്ധമായി നോക്കി പോകണം. അത് നിങ്ങളുടെ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ടൂൾസുകൾ, അത് ചിലപ്പോൾ ടെസ്റ്റർ എന്നിട്ട് അതിൻ്റെ ഫീച്ചർ എന്താ, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ എന്നിട്ട് അതിൻ്റെ ഫീച്ചർ എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ മക്കൾ നിർബന്ധമായും നോക്കി പോകണം കേട്ടോ. പിന്നെന്താടാ? സിംബൽസ് ഓഫ് കമ്പോണൻസ്. നിങ്ങൾ ആ സിംബൽസിൻ്റെ ഒരു ഓർഡറുകൾ, അതായത് ഒരു ടേബിളാക്കി തന്നിട്ടുണ്ടോ, അതിലുള്ള മുഴുവൻ നിങ്ങൾ പഠിക്കണം എന്നില്ല. അവസാനത്തെ 4 ഒഴിച്ച് കൂടിയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അതിൽ ബൾബ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, സെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഓപ്പൺ സർക്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് സ്വിച്ചും, അതുപോലെ തന്നെ സ്വിച്ച് ഓൺ, സ്വിച്ച് ഓഫ്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, അത് നോക്കി പോകണം. ആദ്യത്തെ ഒരു 4-5 എന്തായാലും നോക്കി പോകണം കേട്ടോ. യെസ് മക്കളെ. പിന്നെ ഇലക്ട്രിക് ഷോക്ക്. നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഷോക്കിന് കാരണം എന്താ, അതിന് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അത് നോക്കി വെച്ചോ. നിങ്ങൾക്ക് ജനറലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ജനറലായിട്ട് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് വന്നാൽ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു ഫസ്റ്റ് എയ്ഡ്സ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം. അപ്പോൾ അതിനുള്ള സാമഗ്രികൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, പിന്നെ പവർ സ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജനറേറ്റർ, ആ കാര്യങ്ങളൊക്കെ. ആ പവർ സ്റ്റേഷൻ നോക്കി വെച്ചാൽ മതി, നോക്കി വെച്ച് പോയാൽ മതി കേട്ടോ. പിന്നെ സേവിങ് ഇലക്ട്രിസിറ്റി. നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലുള്ളത്. എൻ്റെ മക്കൾ നിർബന്ധമായി നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെച്ച് പോവുക. പിന്നെ ഉറപ്പായും വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ കാര്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈവിൽ വരും. എല്ലാവരും ലൈവ് കാണും. ഞാനും പ്രൊഡ്യൂസറും അവൻ്റെ മിസ്സൊക്കെ എന്ത് ചെയ്യും, ലൈവിൽ വരും നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ എക്സാമിൻ്റെ തലേ ദിവസം. അപ്പോൾ എന്താക്കുക, സെറ്റ് ആകട്ടോ. പിന്നെ മക്കളെ,
പിന്നെ നിങ്ങളുടെ ഇതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന ബാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഓൺ എക്സാം. പിന്നെന്താടാ, പിന്നെ ഏർലി ബേർഡ് ഓഫർ ഉണ്ട്, ടു ഗെറ്റ് ഓഫർ ടു August 26. ഈ ഓഫർ August 26 വരെയാണുള്ളത്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഇനി അഥവാ പുതിയതായിട്ട് ആർക്കെങ്കിലും ഞങ്ങളുടെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മക്കളെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചാണ്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ക്ലാസ് 7 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ആഫ്റ്റർ ഓൺ എക്സാമിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. നിങ്ങൾ ഈ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഏർലി ബേർഡ് ഓഫർ എന്താണ്, August 26 വരെ ഉള്ളൂ. അതിനെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ നോക്കുക. സെറ്റിലേടാ. നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. മാക്സിമം വീഡിയോ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സെറ്റാക്കുക. താങ്ക് യു ഗൈസ്, ബൈ.